മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. കുടുംബ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പറഞ്ഞത്. പ്രത്യേകിച്ച് ദൈവം ആദാമിനെയും ഹവ്വയെയും ഒക്കെ സൃഷ്ടിച്ച വിധങ്ങളെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങളത് കണ്ടില്ലെങ്കിൽ ആ എപ്പിസോഡൊന്ന് എടുത്ത് കണ്ടാൽ നല്ലതായിരിക്കും. ആദാം ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ഹവ്വയെ സൃഷ്ടിച്ചത്. ഇത് നമുക്ക് വലിയൊരു കാഴ്ചപ്പാട് നമുക്ക് തരണം. നമ്മൾ ഭാര്യയെ അന്വേഷിച്ച് തിരഞ്ഞു പിടിച്ചു പോകേണ്ട വലിയ ആവശ്യങ്ങളില്ല. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം നമുക്ക് തരും. അതിൻ്റെ ഒരു ചിന്തയാണ് ഇവിടെ വരുന്നത്. ശരിക്കും ഉറങ്ങണം. അനസ്തേഷ്യ കൊടുക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് കയറി പണിയാതിരിക്കാൻ വേണ്ടിയാണ്. ഡോക്ടർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറയും വേദനയായിരിക്കുമല്ലോ. അതുകൊണ്ട് ഇവിടെ നല്ലൊരു ഗാഠനിദ്ര കൊടുത്തു. ഗാഠനിദ്ര കൊടുത്ത് ആ കണ്ണു തിരുമ്മി എഴുന്നേറ്റ് നിന്നപ്പം ദാ നിൽക്കുന്നു ഒരാൾ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ തിരയുന്നത് എപ്പോഴും ഇണയാണ്. കാരണം അവനിൽ കൂടുതൽ, പ്രത്യേകിച്ച് പാപമൊക്കെ വന്നതിന് ശേഷം അവനിൽ കൂടുതൽ ചിന്ത മുഴുവൻ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളാണ് ചിന്ത. അവൻ്റെ സെക്സിൻ്റെ താല്പര്യം, അവൻ്റെ ലൈംഗികത, അവൻ്റെ അതിനുള്ള താല്പര്യം, അത് ഒന്ന് നിറവേറ്റുവാനായിട്ട് അവനൊരു ഇണയെ വേണം എന്നുള്ള രീതിയിലാണ് കൂടുതലും. അത് സാധാരണ ചിന്തിക്കുന്നത് അനിമൽസാണ് കൂടുതലും ഇണയെ തിരയുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവം പറഞ്ഞിരിക്കുന്ന മനുഷ്യന് ഇണയല്ല, തക്ക തുണയാണ്. നമ്മൾ തിരയാൻ പോയാൽ തുണയ്ക്ക് പകരം ഇണയായിപ്പോൾ നമ്മളിത് എന്തോ നോക്കുന്നത്? ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് നോക്കുന്നത്. കാണുന്നിടത്തൊക്കെ പോയി പെണ്ണ് കാണും, തിരുവനന്തപുരത്ത് പോയി കാണും, തിരുവല്ലയിൽ പോയി കാണും, തൃശ്ശൂർ പോയി കാണും. ഏതെങ്കിലും മതി എന്നുള്ള ഒരു ചിന്തയല്ല ഞാൻ പറയുന്നത്. എന്നാൽ ദൈവവർണ്ണത്തെ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് ഒരേ ഒരു തുണയെ വരുള്ളൂ, പല തുണ വരത്തില്ല. ഏതെങ്കിലും അബദ്ധം പറ്റിപ്പോയാൽ എന്തോ ചെയ്യും ബ്രദറെ എന്ന് നിങ്ങൾ ചോദിക്കും. നമുക്കതൊരു അബദ്ധമായി തോന്നിയാൽ ദൈവം അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ല തുണയായി കണ്ടുപിടിച്ചിരിക്കുന്നത്. നിങ്ങളത് അബദ്ധമാക്കാതിരുന്നാൽ മാത്രം മതി. മാരേജിൽ അബദ്ധമൊന്നുമില്ല, അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. അബദ്ധത്തിൽ ചാടിക്കൂടെ എന്ന് ചാടാം. കാരണം നമ്മുടെ പ്രയോറിറ്റി സെറ്റ് ചെയ്ത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് പോകുമ്പോൾ ചിലപ്പോൾ അബദ്ധമൊക്കെ ആവാം. എന്നാൽ ദൈവം ഉണ്ടാക്കി വെച്ചതിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് തക്ക തുണ എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ പുത്രന്മാർ, ആ വാക്യം ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 6:2 ആണ് പറയുന്നത്. ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾ ബോധിച്ച ഏവരെയും ഭാര്യയായി എടുത്തു. ബോധിച്ചവരെ എടുക്കുക, തങ്ങൾക്ക് ബോധിച്ചവരെ എടുക്കുക. ബോധിക്കാനുള്ള കാര്യം എന്താ? അവിടെ അവർക്ക് സൗന്ദര്യമുണ്ട്. നമുക്ക് ബോധിച്ചവരെ എടുക്കാനല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവം ഒരുക്കിയിരിക്കുന്നവരെ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ദൈവം ഒരുക്കിയിരിക്കുന്നത് നമ്മൾ എടുക്കുമ്പോഴെന്താണ്? അവിടെയാണ് നമ്മൾ സ്ലീപ്പ് ചെയ്യേണ്ടത്. സ്ലീപ്പ്, കർത്താവിൽ നമ്മൾ ഉറങ്ങണം. കർത്താവിൽ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. ബൈബിളിലെ കല്യാണങ്ങളെക്കുറിച്ച്, ബൈബിളിലെ ഫാമിലീസിനെ കുറിച്ച് പഠിക്കുമ്പോഴേ പ്രത്യേകിച്ചും എങ്ങനെയാണ് സ്ലീപ്പ് ചെയ്തതെന്നുള്ളത്, ഐസക്ക് സ്ലീപ്പ് ചെയ്ത് എങ്ങനെയാണ് റിബേക്ക കല്യാണം കഴിക്കാനായിട്ട് സ്ലീപ്പ് ചെയ്തതെന്ന് അന്നേരം ഞാൻ പറയാം. ആ കുടുംബജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും. നമ്മൾ ഒരുപാട് കുടുംബജീവിതം 10 കുടുംബങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അന്നേരം നമുക്ക് പറയാം. എന്നാൽ നമ്മൾ സ്ലീപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളത് സ്ലീപ്പ് ചെയ്യണം. നമ്മൾ എക്സ്റ്റേണലായിട്ടുള്ള പല കാര്യങ്ങളും കണ്ടിട്ടാണ് ഇന്ന് കല്യാണത്തിന് പോകുന്നത്. ഫിസിക്കൽ കമ്പാറ്റബിലിറ്റി അതൊക്കെ നല്ലതാണ്, ആവശ്യമില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അതൊക്കെ ആവശ്യമായിരിക്കാം. ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെ പല ബാക്ക്ഗ്രൗണ്ടുകളും നോക്കുക, അവസാനം പോയി കുഴി ചാടും. ഇതിങ്ങനെ ഒരുപാട് നമ്മൾ കാണാറുള്ളതാണ്. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് എല്ലാ ബാക്ക്ഗ്രൗണ്ടും നോക്കിയിട്ട് അവസാനം വീട്ടിൽ വന്നിരിക്കും. ഭർത്താവ് ഭാര്യയോട് ചോദിക്കും ഫസ്റ്റ് നൈറ്റിൽ, എന്നെ ഇഷ്ടപ്പെടാൻ എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ, തമാശയ്ക്കുള്ളൊരു കാര്യമാണ് പറയുന്നത്.
തമാശയ്ക്കുള്ളതാണ്. എന്നെ ഇഷ്ടപ്പെടാൻ എന്താണ് കാരണം എന്ന് പറയുമ്പോൾ ഭർത്താവ് പറയുകയാണ്, ഭാര്യയോട് പറയുകയാണ്, ഓ നിൻ്റെ കാർകൂന്തൽ എത്ര മനോഹരമാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു, നിൻ്റെ തലമുടി ഭയങ്കര മനോഹരമായിട്ടിരിക്കുകയാണ്. തിരിച്ച് ഭാര്യയോട് ചോദിച്ചപ്പം ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങളുടെ പല്ലെന്ത് മനോഹരമാണ്, നിങ്ങൾ ചിരിക്കുമ്പോൾ ആ പല്ല് പുറത്ത് കാണുന്നത് എനിക്ക് എന്ത് മനോഹരമായി തോന്നുന്നു. അന്നേരം ഭർത്താവ് പറഞ്ഞു, ഈ പല്ലിങ്ങനെ ഇതൊരു വെപ്പുമല്ല എന്ന് പറഞ്ഞ് രാത്രി ഞാൻ ഉറങ്ങാൻ നേരത്തെ ഈ പല്ലെടുത്ത് മാറ്റി, ഇത് വെപ്പുമല്ല എന്ന് പറഞ്ഞു. അന്നേരം ഭാര്യ പറഞ്ഞു, ഈ മുടിയും വെപ്പ് മുടിയാണ്, ഇത് ഞാൻ ഇത് ഊരി വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നതെന്ന്. ഇത് പഴയൊരു ഫലിതമായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഞാനിത് പറയാനുള്ള കാര്യം, ഈ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് കാഴ്ചയിൽ കണ്ടിട്ട് പലപ്പോഴും കല്യാണം നടത്തും. അതാ പറയുക, പലയിടത്ത് പോയി കല്യാണം കാണും. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി കാണും. ഇത് ഒരു പെണ്ണിനെ തന്നെ 4 or 5 പുരുഷന്മാർ വന്ന് കാണുന്നു. എന്നാൽ എന്നെക്കുറിച്ചുള്ള ദൈവേഷ്ടം എന്താണ്, അത് ചെയ്യാനുള്ള സ്ട്രെങ്തനിങ് ഉണ്ടോ, എൻ്റെ തുണയ്ക്കുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ആവശ്യം. തക്കതായിട്ടുള്ള ഒരു തുണ, എങ്ങനെങ്കിലും വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ജീവിതമല്ല, പുള്ളിങ് ഓൺ അല്ല. കല്യാണക്കുറിയിൽ തന്നെ നമ്മൾ പല സമയങ്ങളിൽ എഴുതും, ദൈവേഷ്ടമായാൽ. കല്യാണക്കുറി എഴുതുന്നത് ഇങ്ങനെയാണ്, ദൈവേഷ്ടമായാൽ. അത് ഒരു രീതി പറഞ്ഞ ഒരു കള്ളമാണ്. ആരുടെ ഇഷ്ടമാണ് അവിടെ നോക്കിയതെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ദൈവം അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്, ഒരു ഗാഢനിദ്ര വരുത്തി വാരിയലിനെ എടുത്ത് ദൈവം സ്ത്രീയാക്കി. എന്നിട്ട് ആ ബെസ്റ്റായിട്ടുള്ളതിനെ ദൈവം ഹവ്വയുടെ മുമ്പിൽ കൊണ്ട് നിർത്തി. മാത്യു ഹെൻറി എന്ന് പറഞ്ഞ് എഴുതിയ ഒരു ബൈബിൾ പണ്ഡിതൻ എഴുതിയ വശത്ത് നിന്നെടുത്തു, ദൈവം വശത്ത് നിന്നെടുത്തു എന്ന് പറയുമ്പോൾ അവനെ ഭരിക്കാൻ തലയിൽ നിന്നല്ല, അവനെ ചവിട്ടിത്താഴ്ത്താൻ കാലിൽ നിന്നുമല്ല, സമമായി നിൽക്കാൻ സൈഡിൽ നിന്നും, സുരക്ഷിതമായി അവൻ്റെ കൈകൾ ഉൾഭാഗത്തു നിന്നും, സ്നേഹിക്കപ്പെടുവാൻ ഹൃദയത്തിൻ്റെ അടുത്ത് നിന്നും സൃഷ്ടിച്ചു. എന്ന് പറഞ്ഞാൽ തലയിൽ നല്ല എടുത്തത്, കാലിൽ നല്ല എടുത്ത്, കാലിൽ നിന്നെടുത്ത് ചവിട്ടി താഴ്ത്തിയനെ, തലയിൽ നിന്നെടുത്തും ചിലപ്പോൾ അവനെ ഭരിച്ചു പോയനെ, അവൻ്റെ കൂടെ സമമായി നിൽക്കാനായിട്ട് സൈഡിൽ നിന്നെടുത്ത് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ ഹൃദയത്തിൻ്റെ അടുത്ത് നിന്നെടുത്ത് സൃഷ്ടിച്ചു. ഈക്വാലിറ്റി, സെക്യൂരിറ്റി ആൻഡ് ലവ്, രണ്ടുപേരും ഈക്വലാണെന്നും അന്യോന്യം കരുതാനും സ്നേഹിക്കാനും ഭാര്യയ്ക്ക് ഭർത്താവിലൊരു സെക്യൂരിറ്റി തോന്നാനും ഒക്കെയാണ് പുരുഷൻ്റെ മുന്നിൽ സ്ത്രീയെ ദൈവം സൃഷ്ടിച്ച് കൊണ്ടുവച്ചത്. അതുകൊണ്ട് ഹവ്വ ദൈവം സൃഷ്ടിച്ച് മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോഴേ, ഹവ്വയെ കണ്ടു കഴിഞ്ഞപ്പോഴേ ആദാമിന് സന്തോഷമായി. ആദാം പറയുന്ന വാക്ക്, കണ്ണേ കരളേ നിന്നെ ഞാൻ കണ്ടില്ലല്ലോ, ഇത് എവിടെ ആയിരുന്നു നീ എന്നുള്ളതല്ലേ പറഞ്ഞു. എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും. ഒരു ലിറ്ററേച്ചറിലും അതിങ്ങനെ പറഞ്ഞിട്ടില്ല, ബൈബിളിൽ പറയുന്ന പോലെ. ലിറ്ററേച്ചറുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്, മൈ ഡാർലിംഗ്, മൈ ഹണി എന്നൊക്കെ പറയും, ഐ ലവ് യു എന്നൊക്കെ പറയും. കുറച്ച് കഴിയുമ്പം പറയും ഐ ഹേറ്റ് യു എന്നും പറയും. എന്നാൽ അങ്ങനെയല്ല, ഇവര് ആ റിലേഷൻഷിപ്പിൻ്റെ തീവ്രത, ആ റിലേഷൻഷിപ്പിന് അസ്ഥിയിൽ നിന്ന് അസ്ഥി, മാംസത്തിൽ നിന്ന് മാംസം. ദാറ്റ്സ് ദ പാർട്ട്, ഒരു പാർട്ടാണ്. ഒരു പുരുഷൻ്റെ പാർട്ടാണ് സ്ത്രീ. എന്നാൽ സ്ത്രീയെ പുരുഷനിൽ നിന്ന് എടുത്തതാണ്. നേരത്തെ പറയും ബാറ എന്ന് പറയുന്ന വേർഡാണ്. പുരുഷനിൽ സ്ത്രീ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുകയാണ്. എന്തിനാണ്? ആസ് എ ഹെൽപ്പ് മേറ്റ്, ആസ് എ സ്ട്രെങ്തനർ ആയിട്ട് എടുക്കുകയായിരുന്നു. അതിൽ ഇപ്പോൾ മനസ്സിലായല്ലോ ആ റിലേഷൻഷിപ്പിൻ്റെ ഗാഢത ഏത് രീതിയിലായിരിക്കണമെന്ന്. അതുകൊണ്ട് ജനസിസ് 2:23 പറയുന്നത്, അപ്പോൾ മനുഷ്യൻ ഇതിപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു എന്ന് പറഞ്ഞു. 24 വാക്യത്തിലെ, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. അതുകൊണ്ട്
പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. എന്തുകൊണ്ടാണ് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപോകുന്നത്? ഇത് രക്തബന്ധത്തിലും പ്രാധാന്യമുള്ളതാണ് റിലേഷൻഷിപ്പ്. ദൈവം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഫാമിലിയാണ്. ഇത് രക്തബന്ധത്തിൽ പ്രധാനമാണ്. അപ്പനെയും അമ്മയും, അവിടെ അപ്പനും അത് പറഞ്ഞില്ലല്ലോ, അവിടെ അപ്പനും ഏതാണ്, അമ്മ ഏതാ? എന്തിനാ അവനിതിങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകത്തിൽ അപ്പനും അമ്മയും ഉണ്ടായിരുന്നോ? ഇല്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യം ഉണ്ടാക്കിയത് ആദാമിനെയും ഹൗവയെയുമാണ്. ആദാമിൻ്റെ അപ്പൻ എന്ന് പറഞ്ഞാൽ ദൈവമാണ്. അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇവിടെ അപ്പനും അമ്മയും എന്ന് പറയുന്നതില്ല. അതുകൊണ്ട് ഇത് ഫ്യൂച്ചറിന് വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു ഭാഗമായിട്ട് നമ്മൾ കാണുക. അതുകൊണ്ട് മാരേജിൽ പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. അതുകൊണ്ട് കുടുംബജീവിതം എന്ന് പറയുന്നത്, ആ സ്നേഹബന്ധത്തിൻ്റെ ആഴം എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. ഈവൻ പേരൻ്റൽ ലവിനേക്കാളും വലുതാണ് ഭാര്യ ഭർത്തൃ ബന്ധം എന്നിവിടെ പറയാം. അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരുന്ന ബന്ധം, ഇതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും ചിന്തിക്കും. ഈ ഭാഗത്തെക്കുറിച്ച് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, ലീവിങ്, ക്ലീവിങ് ആൻഡ് ബിക്കമിങ് ഓൺ ഫ്ലഷ്. അതിനെക്കുറിച്ച് 2-3 എപ്പിസോഡ് ചെയ്യേണ്ടി വരും. ലീവിങ്, ക്ലീവിങ് ആൻഡ് ബിക്കമിങ് ഓൺ. അതുകൊണ്ട് ഇതൊരു വലിയ ഉടമ്പടിയാണ്. ആദ്യ കുടുംബ ബന്ധം ഒരു ഉടമ്പടിയാണ്. അതിൽ ദൈവവും ഭാഗവാക്കായിരുന്നു എന്ന് നമ്മൾ മറന്നുപോയത്. അതുകൊണ്ടാണ് മാരേജിൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ ഭാര്യയും ഭർത്താവിനെയും കൂടെ ഒന്നിച്ച് അവരെ ഡിക്ലെയർ ചെയ്യുമ്പോഴേ ഇവിടെ നമ്മൾ കാണാത്തതായിട്ടുള്ള ഒരാൾ കൂടി ഉടമ്പടിയിലുണ്ട്, അത് ദൈവമാണ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരുമെന്ന് പറഞ്ഞത് ദൈവമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ദൈവമാണ് ഫാമിലി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ദൈവം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന 1 ഫാമിലി, 2 ഗവൺമെൻറ്, 3 ചർച്ച്. ബൈബിളിലെ വേഴ്സ് വെച്ചാണ് ഞാൻ പറയുന്നത്. അത് കുടുംബത്തെ ദൈവം സ്ഥാപിച്ചതാണ്. അതുപോലെ ഗവൺമെൻറ്, എല്ലാ ഗവൺമെൻറ്റും ദൈവത്തിൻ്റെ കൺട്രോളിലുള്ളതാണ്, ദൈവം സ്ഥാപിക്കുന്നതാണ്. 3ാമത് ദൈവത്തിൻ്റെ സഭ, അതും ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം. ഇതിലേറ്റവും പ്രധാനമായിട്ട് സ്നേഹബന്ധത്തിലും ദൈവ ഉടമ്പടിയിലും ഉറപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന് ഫാമിലിയാണ്. അതുകൊണ്ട് ഫാമിലിക്ക് അതിൻ്റേതായിട്ടുള്ള വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ദൈവം സ്ഥാപിച്ചതാണ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഫോർ ഈക്വാലിറ്റി, സെക്യൂരിറ്റി ആൻഡ് ലവ്. ഈ 3 കാര്യങ്ങൾ ഫാമിലിയിൽ ഉണ്ടാവണം. അന്യോന്യം ഒരുമിച്ച് ഇരിക്കുന്നത്, അന്യോന്യം സ്നേഹിക്കുന്നത്, ഭർത്താവും ഭാര്യയും സെക്യൂറായിട്ട്, എന്നുവെച്ചാൽ സെക്യൂരിറ്റി സംബന്ധിച്ച് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവർ സെക്യൂറാണ്. അത് പിന്നീട് അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് എക്സ്റ്റേണലായിട്ടുള്ളൊരു കാര്യത്തെ ഓർത്തല്ല നമ്മൾ കുടുംബജീവിതം നടത്തേണ്ടത്. എക്സ്റ്റേണലായിട്ട് പല കാര്യങ്ങൾ വരും, ഓരോ സാഹചര്യങ്ങളനുസരിച്ച് മാറിയും തിരിഞ്ഞും ഒക്കെ വരും. അതനുസരിച്ചല്ല. അതുമാത്രവുമല്ല, നമ്മളീ പറയുന്നത് പോലെ നമ്മുടെ സൗന്ദര്യവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും ഇതെല്ലാം തന്നെ ഡിറ്റോറേറ്റ് ചെയ്യുകയോ അപ്രീഷിയേറ്റ്, മിക്കവാറും ഡിറ്റോറേഷനാണ്. അത് കുറഞ്ഞ് ഇല്ലാതെയായി തീരും. സമ്പത്തൊക്കെ ചിലപ്പം വർദ്ധിച്ചു വന്നേക്കാം, ആരോഗ്യവും കുറഞ്ഞു വരും, സൗന്ദര്യവും കുറഞ്ഞു വരും. അതുകൊണ്ട് ആരോഗ്യവും സൗന്ദര്യവും സമ്പത്തും ഒന്നും അല്ല നമ്മുടെ ക്രൈറ്റീരിയ നമ്മുടെ പാർട്ട്ണറെ തിരഞ്ഞെടുക്കേണ്ടത്. ദൈവം ഒരാളെ ഒരുക്കി വെച്ചിരിക്കുന്നു, അയാളെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ എന്ത് വേണം? യു സ്ലീപ്പ് ആൻഡ് പ്രേ. ദൈവം തക്ക ആളിനെ ഉണ്ടാക്കി മുമ്പിൽ കൊണ്ട് തരും. അയ്യോ സഹോദര, അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾക്ക് എന്ത് എളുപ്പമാണ്, ഞങ്ങളിങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പോരെ, അങ്ങനെ ഇരുന്നാൽ പോരെ എന്ന് നിങ്ങൾ ചോദിക്കും. ശരിയാണ്, ബൈബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കും, അങ്ങനെ ചെയ്യും, ദൈവം തരും. നമ്മൾ ദൈവത്തിൻ്റെ ജോലി ചെയ്യാൻ പോകുമ്പോഴാണ് വെച്ചാൽ അനസ്തേഷ്യ കൊടുത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ദൈവമാണ്. അത് നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്കിട്ട് പണിയുമ്പോഴാണ് നമുക്ക് പണി കിട്ടുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമ്മൾ കല്യാണം കഴിക്കാൻ താല്പര്യത്തോടെ നിൽക്കുകയും കല്യാണം കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആരെങ്കിലും ഇത് കേൾക്കുകയും അല്ലെങ്കിൽ അവരുടെ പേരൻസ് ഇത് കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് ദൈവഹിതം. അതുമാത്രമല്ല, ഇതൊരു പ്രധാനപ്പെട്ട ഉടമ്പടിയാണ്. ദൈവം കൂടി അതിനകത്തുണ്ട്. അവൻ പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ്
ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. ആ റിലേഷൻഷിപ്പിൻ്റെ തീവ്രത അത്ര സ്ട്രോങ് ആണ്. ഇന്നതിൻ്റെ സമയം തീർന്നുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. നമുക്ക് തുടർന്ന് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. തീർച്ചയായും ദൈവം നമ്മളെ യോജിപ്പിച്ച കുടുംബങ്ങളെ ഏറ്റവും നന്നായിട്ട് മുമ്പോട്ട് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കാൻ. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമായി നീ തിരഞ്ഞെടുത്ത് ഒരുമിച്ചാക്കി മാതാവിനെയും പിതാവിനെയും വിട്ട് ഒരുമിച്ചായ ദൃഢബന്ധത്തിലിരിക്കുന്ന കുടുംബങ്ങൾ ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ വലിയ യൂണിറ്റുകളാണ്, സോഴ്സസാണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് വലിയ സോഴ്സസ് ആണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവമേ, ഇന്നതൊക്കെ പിശാച് തകർത്തുകൊണ്ടിരിക്കുമ്പോഴേ ഞങ്ങൾ ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഈ സ്നേഹബന്ധത്തിൽ, ഈക്വാലിറ്റിയിൽ, കർത്താവെ സെക്യൂരിറ്റിയിൽ അവർ ഉറച്ച് ബലപ്പെടുവാനായിട്ട് ഈ ദിവസങ്ങൾ സഹായിക്കണമേ. ചവിട്ടി താഴ്ത്തുവാനായിട്ട്, പൊളിച്ചു കളവാനായിട്ട് പിശാച് ശ്രമിക്കുമ്പോഴേ ബലപ്പെടുവാനായിട്ട്, സ്നേഹത്തിൽ ഐക്യപ്പെട്ട് ഒരുമിച്ചിരിക്കുവാനായിട്ട് കർത്താവെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ചെയ്ത ഉടമ്പടി, ദൈവം ഉണ്ടാക്കിയ ഫാമിലി ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായത് എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ശക്തീകരിക്കണം, ബലപ്പെടുത്തണം, വഴി നടത്തണം. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് വായിച്ച് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഏതെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് എപ്പിസോഡ് എടുത്ത് കാണുക. കുടുംബത്തിൻ്റെ മുഖവരെക്കുറിച്ചാണ് ഇത് പറയുന്നത്. ഇൻട്രൊഡക്ഷനാണ്. എന്നാൽ ഇതിനകത്ത് ഇൻട്രൊഡക്ഷനകത്തും ചില കാര്യങ്ങൾ, ചില തത്വങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കുക. തുടർന്ന് ഇത് നമ്മൾ വാച്ച്ഫുള്ളായിട്ടിരിക്കുക. എന്തെങ്കിലും കമൻറ്റുകളുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഇത് ഇട്ടാൽ അടുത്തതിൽ കവർ ചെയ്യും. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിൽ ഇട്ടാൽ അടുത്ത എപ്പിസോഡിൽ അത് കവർ ചെയ്യാനായിട്ട് ഇടവരും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.